മലയാള സിനിമ ഒരിടവേളയ്ക്ക് ശേഷം വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയത്താണ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ക്യൂറ്റിനൊപ്പം ചേരുന്നത്. നമസ്കാരം മിനിസ്റ്റർ. മലയാള സിനിമ വലിയ വിവാദങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു സമയമാണ്. സിനിമാ കോൺക്ലേവ് വരുമ്പോൾ ഈ ഉയർത്തിയ ഒരുപാട് വിഷയങ്ങൾക്കൊക്കെ പരിഹാരമാകും, അതിനൊരു ശാശ്വത പരിഹാരമാകും, ആ തരത്തിലുള്ള ചർച്ചകൾ അങ്ങനെയും അതല്ലാതെയൊക്കെ നടന്നിരുന്നു. കോൺക്ലേവോടുകൂടി സർക്കാരിന് നടപ്പാക്കേണ്ട കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ രൂപരേഖയായി അന്ന് വകുപ്പ് മന്ത്രിയും കരുതുന്നുണ്ടോ? നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, സിനിമ മേഖലയിൽ കൈതൊടാൻ എല്ലാവർക്കും ഭയമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളെടുക്കുന്ന ഒരു നിലപാട് എങ്ങനെയായി തീരുമെന്നുള്ള ആശങ്ക ഭരണാധികാരികൾക്ക് സാധാരണ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഇതിൽ കയറി കൈതൊടണ്ട എന്ന് തീരുമാനിച്ചു പോകും. പക്ഷേ ആ പ്രശ്നത്തെ നമ്മൾ പണ്ടേ അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ ആകെ അഡ്രസ്സ് ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആദ്യം തന്നെ ചർച്ചയ്ക്ക് വലിയ സമയം കൊടുത്തു, ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്തു, പൊതു ചർച്ചയ്ക്ക് വേദി കൊടുത്തു. അവിടെ പറഞ്ഞൊരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് പറയാനുള്ള തുറന്നു പറയാം. ഇത് വളരെ ജനാധിപത്യപരമായ ഒരു ബോഡിയാണ്. ഇതൊന്നും ഇവിടെ പറഞ്ഞതുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടിയില്ല, പക്ഷെ പറയേണ്ടത് പറയണം. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വീണ്ടും ഓരോ സംഘടനയുമായും ചർച്ച ചെയ്ത് ഓരോരുത്തരുമായി ചർച്ച ചെയ്ത് നമ്മൾ നടപ്പാക്കാം. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായി തുറന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതെല്ലാം നമുക്ക് അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, 3 മാസത്തിനകം ജനങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം വെബ്സൈറ്റ് നമ്മളിട്ടു. ഒരുപാട് ആളുകൾ അഭിപ്രായ പ്രകടനം അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു പോളിസി നമുക്ക് എല്ലാവരുമായി ചർച്ച ചെയ്ത് 3 മാസത്തിനകം നമുക്ക് ഗവൺമെൻറ് സമർപ്പിച്ച് നിയമസഭ അവതരിപ്പിച്ച് ചിലപ്പോൾ നിയമനിർമ്മാണം വേണ്ടി വരും. എന്തായാലും ഒരു അറ്റവും അല്ലെങ്കിൽ ആദ്യവും അന്ത്യവും ഇല്ലാതെ നിൽക്കുന്ന ഒരു 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 മേഖലയെ നല്ല രൂപത്തിൽ അതിനെ ഒന്ന് യോജിപ്പിച്ചും സംയോജിപ്പിച്ചും ഒന്ന് ദൃഢീകരിച്ചും ശാക്തീകരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. 2 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു സിനിമാ നയം സംസ്ഥാനത്ത് വരുവാണെങ്കിൽ അത് ഇപ്പോഴുള്ള എന്തെല്ലാം പ്രവണതകളെ പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും? ഏറ്റവും പ്രധാനം സുരക്ഷിതത്വമാണ്. സ്ത്രീ സുരക്ഷിതത്വം 100% ഉറപ്പുവരുത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതായത് ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2-3 മാസം അത് സംവിധായകനാണ് നിശ്ചയിക്കുന്നത് ഇവിടെ ഷൂട്ട് ചെയ്യണം. ആ സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 100% സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്, പ്രായമുള്ളവർക്കൊക്കെ സുരക്ഷിതമായി അഭിനയിക്കാനും തൊഴിൽ ചെയ്യാനും കഴിയുന്ന സംവിധാനം ഒരുക്കി പറ്റും. ഓഡീഷൻ സ്ഥലത്താണ് പലപ്പോഴും സെക്ഷൽ അബ്യൂസുകളൊക്കെ നടക്കുന്നതായിട്ട് പറയാറുള്ളത്. അത് ഈ ഷൂട്ടിങ്ങിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് ഈ ഓഡീഷൻ നടത്തുന്നത്, ഏത് ഹോട്ടലിലാണ് എന്ന് പലപ്പോഴും പറയാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിന് ഇടപെടാൻ പറ്റുമോ? ഒരു സിനിമ ആരെടുത്താലും ഗവൺമെൻറ് അറിയണം. അതുകൊണ്ട് സിനിമ എടുക്കുന്നതിനെ നമ്മൾ നിയന്ത്രിക്കാൻ ആണെന്ന് കരുതരുത്. ഞാനതാ പറഞ്ഞത്, കിട്ടും മട്ടുമില്ലാതെ പോകാൻ പറ്റില്ല. ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വിധേയമായ സിനിമ എടുക്കാൻ പറ്റും. എവിടെയാണ് ലൊക്കേഷൻ, എവിടെയാണ് ഓഡീഷൻ നടക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ, അതെല്ലാം അറിഞ്ഞേ പറ്റും. അതറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തും. ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ക്ലിയർ ആക്കാൻ ചോദിച്ചത്, അത് ഓഡിഷൻ, സിനിമയുടെ ഓഡിഷനിലും സർക്കാർ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, ഒരു സിനിമ ഇപ്പം ഞാനൊരു സിനിമ എഴുതാൻ തുടങ്ങുമ്പോൾ സിനിമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നു. അത് റിലീസ് ചെയ്യുന്ന സമയം വരെയും അതിൻ്റെ മേൽ ഒരു കണ്ണ് ഗവൺമെൻറ് ഉണ്ടാകും. എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഓഡിഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഒരു മോണിറ്ററിങ്ങിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പോലീസ് മോണിറ്ററിങ് ഉണ്ടാവുക. അങ്ങനെ നടക്കും എന്നാണോ പറയുന്നത്? പ്രാക്ടിക്കൽ അതല്ല. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വനിത ഒരു ആവശ്യത്തിന് വേണ്ടി അഭിനയിച്ച് കാണിക്കാൻ, തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഞാൻ പറയുന്നത്, അവർക്ക് നിർഭയമായി അത് കാണിക്കാം, അവർക്ക് തീരുമാനമെടുക്കാം. അവിടെ ഒരാളിനെ നമ്മൾ വെക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് ആത്മധൈര്യം വരും. അവരൊരു പരാതി പറഞ്ഞാൽ പിന്നെ ആ സിനിമ ഇല്ല, പിന്നെ ആ സംവിധായകൻ ഈ സിനിമാ രംഗത്തുണ്ടാകത്തില്ല, അതിൻ്റെ പ്രൊഡ്യൂസർ ഈ രംഗത്തുണ്ടാകത്തില്ല. അപ്പോൾ ആർക്കാണ് ഉത്തരവാദിത്വം? 100% അവർക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ട ഉറപ്പ് പ്രൊഡ്യൂസർക്കാണ്, സംവിധായകരാണ്, അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരാണ്.
അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അത് ഇന്നുള്ള നിയമ നടപടികൾക്ക് മാത്രമായിരിക്കില്ല വിധേയമാകുന്നത്. ഇന്ന് നമ്മുടെ നിയമ നടപടികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പലർക്കും രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അതിനെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാർക്കശ്യമായ നിലപാടുകൾ അതിൻ്റെ ഭാഗമായി വരും. എന്ന് വെച്ചാൽ അതോടുകൂടി ആ സിനിമ പൂട്ടി. ഓഡിഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ സെറ്റുകളിലുള്ള കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഈ വിഷയം അത് പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ, അതൊരു പരാതി വന്നാൽ അത് പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കനത്ത ശിക്ഷ കൊടുക്കാവുന്ന ഒരു നടപടിയിലേക്ക് എവിഡൻസോടുകൂടി കിട്ടിയാൽ പോക്കാം, ഒരു സംശയം വേണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടുപോകുക, ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ ഒരു കുറേയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക, വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ, സർക്കാർ പ്രതിസന്ധിയിലായോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളടക്കത്തിലേക്ക് പോയിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല. ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി. ആരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഒരുപാട് സ്ത്രീകൾ പറഞ്ഞ പരാതികൾ അതിനകത്തുണ്ട്. അപ്പം അവരുടെ ഒരു സ്വകാര്യത കണ്ടുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണ്ട എന്ന് ആണ് കസ്റ്റോഡിയൻ ആയിട്ടുള്ള ഓഫീസർ പറഞ്ഞു എന്ന് മിനിസ്റ്റർ പറയുന്നത്. അതിന് പകരം വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേരുകൾ പുറത്തു പോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് പേര് പുറത്തു വിട്ടില്ല ഇടത് സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ? അതിനുള്ള മറുപടി. കാരണം വിവരാവകാശ കമ്മീഷൻ അതിൻ്റെ ചെയർമാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇത് പുറത്തുവിടാൻ പാടില്ല. അപ്പം നിയമപരമായി പുറത്തുവിടാൻ പാടില്ല. പിന്നെ കോടതിയാണ് പറഞ്ഞത് കോടതി സബ്മിറ്റ് ചെയ്യാൻ. കോടതി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് മണിക്കൂറുകൾ കോടതി സബ്മിറ്റ് ചെയ്തു. കോടതി പഠിച്ചതിന് ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചു. വനിതകൾ ഉൾപ്പെടെയുള്ള ടീമിനെ വെച്ച് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നടപടികളായി പോയി. ആർക്കും ഇതിനകത്ത് പരാതി ഉണ്ട്, പരാതി പറയാം. ചിലർ പരാതി പറഞ്ഞു, പിന്നെ പരാതി പിൻവലിച്ചു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അന്വേഷണം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും കോടതി നിരീക്ഷണം. ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. സ്വയമേ കോടതിക്ക് ഇന്ന ആളിനെ പറ്റി പറയാം, കേസെടുക്കാം. അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ ഞങ്ങളെതിരല്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് വന്നിട്ടില്ല. കുറേ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരെ വേണ്ട ഊഹിച്ചു പറയാം. പക്ഷെ നമുക്കങ്ങനെ ആളുടെ ഊഹിച്ച് ഒരാളിനെ ജീവിതം തുടങ്ങാൻ പറ്റും. മിനിസ്റ്റർ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിൽ അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ളവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. പല കേസുകളിൽ FIR ഇട്ടു. പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ്. പരാതിക്കാർ പിൻവാങ്ങിയതിന് പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച നടത്തുകയും അതിൽ വലിയൊരു പബ്ലിസിറ്റി ഒക്കെ വന്നപ്പോൾ ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു. അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല. അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്രമേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ പറയുന്നില്ലേ. ബാലേന്ദ്രനെ പറ്റി പോലുള്ള നല്ലൊരു വലിയ കലാകാരനെ പറ്റി ഒരു പേര് ദോഷം കേൾക്കാത്ത ആളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കുക. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്ത് വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിലും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനും ആയിരിക്കാം. പക്ഷേ ഏത് പരാതിയും ജെനുവിൻ അല്ലാത്ത പരാതികളും അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്, ഉണ്ടാകാം. ഈ പരാതിയെല്ലാം പരിശോധിക്കേണ്ട ഏജൻസി എന്ന് പറയുന്നത്
പോലീസ് സംവിധാനമാണ്. അത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിക്കുന്നത് വനിതാ IPS ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളുമാണ്. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ പിന്നെയും കുറച്ച് പരാതികളും വിവാദങ്ങളും ഒക്കെ വന്നു. അതിലൊരു സ്ത്രീ മുഖമാണ് അതിനുശേഷം വന്നത്. അപ്പോഴും ഈ പരാതികളും കേസുകളും ഒക്കെ വരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ മിനിസ്റ്റർ തന്നെ പറഞ്ഞ പോലെ ഇതൊരു തൊടാൻ പേടിയുള്ള ഒരു മേഖലയാണ്. പണം ഒഴുകുന്ന സ്ഥലമാണ്, കള്ളപ്പണം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോഴും സർക്കാരെ തൊടാൻ കഴിയാത്ത ഒരു കോക്കസും ഒരു പവർ ഗ്രൂപ്പും ഒക്കെ ഇപ്പോഴും ആ മേഖലയിൽ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അമ്മാ തെരഞ്ഞെടുപ്പിൽ വനിതകൾ വരണമെന്ന് ആദ്യം പറഞ്ഞ ആളാണ്. അപ്പോൾ ഓരോ മേഖലയിൽ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ള കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സംബന്ധിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ഒരവസരം കിട്ടി മത്സരിക്കാനൊരു സാഹചര്യം കിട്ടി. ഇപ്പോൾ ശ്വേതാ മേനോനാണെങ്കിലും കുക്കു പരമേശ്വരാണെങ്കിലും ഒക്കെ നല്ല മികച്ച ആർട്ടിസ്റ്റുകളാണ്. വെറും ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, നല്ല ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ്, നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ അവർ വരട്ടെ. US ട്രംപ് താരിഫ് വിഷയം കേരളത്തിൽ ബാധിക്കുന്നത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയാണ്. അത് കേരളത്തിനെ മത്സ്യബന്ധന മേഖലയെ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് ഉള്ളൊരു ആശങ്കയുണ്ടോ? വലിയ തരത്തിൽ ബാധിക്കും. ഇന്നിപ്പോൾ 25% തീരുവ അഡീഷണലായിട്ട് വന്നപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തല്ലോ. പ്രത്യേകിച്ച് US ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു വിഭവം മത്സ്യവിഭവമാണ്, ചെമ്മീൻ. അതിപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയെ നമ്മൾ നേരിടുക. അപ്പോൾ മത്സ്യ മേഖലയിൽ, പ്രത്യേകിച്ച് സമുദ്ര മത്സ്യമേഖലയിൽ നമുക്ക് വലിയൊരു ആശങ്കയും പ്രതിസന്ധി വരും. എക്സ്പോർട്ടിംഗ് മേഖല തെരഞ്ഞെടുപ്പ് കാലം വരെയാണ്. ആലപ്പുഴയിൽ പാർട്ടിയുടെ CPM-ന്റെ ഒരു VS-ഉം ഓർമ്മയായി ഒരു സമവാക്യങ്ങൾ മാറുന്നത്. ആ പാർട്ടിയുടെ ഭാവിയൊക്കെ ഏത് തരത്തിലാണ്? അണികളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക, ആവേശത്തിലാക്കുക, അതൊക്കെ ഏത് തരത്തിലായിരിക്കും? ആലപ്പുഴയിലെ പാർട്ടി കേരളത്തിലെ പാർട്ടിക്ക് മാർഗദർശികളായ നേതാക്കന്മാർ നയിച്ച പാർട്ടിയാണ്. NS ആണെങ്കിലും VS ആണെങ്കിലും PKC ആണെങ്കിലും PK കുഞ്ഞച്ചനാണെങ്കിലും ഗൗരിയമ്മയാണെങ്കിലും എല്ലാ നേതാക്കന്മാരും അതിലേക്ക് അറ്റത്ത് വന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ആ ഒരു മാതൃക ഞങ്ങളും പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആലപ്പുഴ പാർലമെൻറ്റിൻ്റെ ചില ഭാഗത്ത് ഞങ്ങൾക്ക് ചെറിയ പ്രയാസം വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല. വർഗീയമായ കാർഡിറക്കിയതിൻ്റെ ഫലമായി ചില സമവാക്യങ്ങളിൽ മാറ്റം വന്നു. BJP സ്ഥാനാർത്ഥിക്ക് അപ്രതീക്ഷിതമായി കുറച്ച് വോട്ട് കിട്ടി. ഇനി വർഗീയ കാർഡ് മാത്രമാണോ എന്ന് ഇനി പരിശോധിക്കണം. വോട്ടർ പട്ടികയിൽ ആളിനെ ചേർത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടതായിട്ട്. അല്ലെ ഇവർക്ക് ഇത്ര വോട്ട് ഇവിടുന്ന് വരും. ഞങ്ങളുടെ ചില ശക്തി കേന്ദ്രങ്ങൾ പഞ്ചായത്തുകൾ അട്ടിമറി വിജയം ഉണ്ടായി. ഇതെല്ലാം പരിശോധിക്കേണ്ടത്. അതായത് ആലപ്പുഴയിൽ ആ വോട്ടർ പട്ടിക അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന്. അതെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം തൃശ്ശൂർ നമ്മൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ തോറ്റപ്പോഴാണല്ലോ നമുക്ക് സംശയം തോന്നിയത്. അത് കുറേ ഫാക്ട്സ് ഉണ്ടെന്ന് വന്നല്ലോ. ആലപ്പുഴയിൽ ഈ വോട്ടിങ്ങനെ കൂടിയതിൻ്റെ ചില ഭാഗത്ത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങളിപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നേതാക്കന്മാരുടെ ഒരു ഹിസ്റ്ററി പറയാനുള്ളതൊക്കെ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. അതിപ്പോൾ മന്ത്രി സജി ചെറിയാനാണെങ്കിലും മുൻ മന്ത്രി G. സുധാകരനാണെങ്കിലും ഒക്കെ. പക്ഷേ അദ്ദേഹം ഈ തുറന്നു പറയുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ അങ്ങനെ ചർച്ചയാവുകയും ചെയ്യുന്നു. കൃഷ്ണപിള്ള ഓർമ്മദിനത്തിന് ക്ഷണിച്ചില്ല അദ്ദേഹത്തെ, അങ്ങനെ ചില വിവാദങ്ങളൊക്കെ. എന്തെങ്കിലും അതിലൊരു പ്രതികരണമുണ്ട്? സുധാകരൻ സാവ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ജ്യേഷ്ഠ സഹോദരൻ ഇപ്പോഴും സ്നേഹിക്കും. നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങളൊക്കെ തമ്മിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു മാർഗദർശിയായിട്ട് ഞങ്ങളൊക്കെ സംഘടനാ രംഗത്ത് നടത്തിക്കൊണ്ടുവരുന്നത് വലിയ പങ്ക് വെച്ചാണ്. നമ്മളതൊന്നും അദ്ദേഹത്തിനൊരു പങ്ക് ആലപ്പുഴ പാർട്ടി വളർത്തുന്നില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ആലപ്പുഴ പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിനും ആലപ്പുഴ പാർട്ടിയുടെ പുതിയ തലമുറ വളർത്തിക്കൊണ്ടുവരുന്നതിനും ഞാനടക്കമുള്ളവരെ ഈ തരം എത്തിക്കുന്നതിനും എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ നല്ല പങ്ക്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ പ്രശ്നം പാർട്ടി വന്നു. അദ്ദേഹത്തിന് 75 വയസ്സായപ്പോൾ ഒഴിയേണ്ടി വന്നു. അപ്പോൾ ഒഴിയേണ്ടി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ധാരണ പാർട്ടി അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പം ജില്ലാ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേഡർ എന്ന നിലയിൽ പ്രായത്തിൻ്റെ ഭാഗമായി ഘടകങ്ങളിൽ ഒഴിയേണ്ടി വന്നത് എല്ലാവർക്കും ബാധകമായതുകൊണ്ട് അദ്ദേഹത്തിന് ബാധകമായി എന്നുള്ളതല്ലാതെ അദ്ദേഹം DCRPC വരികയും DCRPCയിൽ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുകയും അദ്ദേഹം പാർട്ടിയുമായി അങ്ങ് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ഞാൻ കഴിയുമോ? മാറ്റി നിർത്താൻ ആരും ആലോചിക്കുമോ? ഈ 2 തവണ മത്സരിക്കാനുള്ള ആ നിബന്ധന മാറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ഉള്ളിലുള്ള ഈ നിരീക്ഷകരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ആലപ്പുഴയിൽ നിന്ന് താങ്കൾ മത്സരിക്കുമോ, G. സുധാകരൻ മത്സരിക്കുമോ? ഇപ്പം ഞങ്ങളുടെ പാർട്ടി 2 തവണ മത്സരിച്ചവരെ ഒഴിവാകണമെന്ന്
2 ടൈം പൂർത്തീകരിച്ചൊരു ഒഴിവാണ്. മാറ്റാണ് അത് മാറ്റുന്നതിനെ പറ്റി ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. മാറ്റുകയാണെങ്കിൽ അപ്പോൾ പാർട്ടി ആലോചിക്കും ഞങ്ങൾ ആരാ മത്സരിക്കേണ്ടത്. പാർട്ടി പറഞ്ഞാൽ ആരും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു പ്രയാസമില്ല, മത്സരിക്കത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തോമസ് ഐസക്കും ജി സുഹാരസാവും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ് മാറി. ഞാൻ മത്സരിച്ചു, ഒരു ടേം കംപ്ലീറ്റ് ആയില്ല, പക്ഷെ ഞാൻ 3 വർഷമായി. അപ്പോൾ എന്നോട് ഒരു ടേം ഇവിടെ മത്സരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ടേം ആകും, 5 വർഷമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. VS-ന്റെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം അവസാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് പോയത്. അങ്ങനെ ഒരു അത് പൊളിറ്റിക്കലി എത്രത്തോളം? VS ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റായിരുന്നു. VS-ഓട് കൂടി അവസാനിച്ചു എല്ലാ യഥാർത്ഥ അത് കമ്മ്യൂണിസ്റ്റുകളും. വലതുപക്ഷക്കാരുടെ ഒരു ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന കാര്യം. VS നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു. VS-നെയൊക്കെ പിന്നെ ജീവിതത്തിൽ പിന്തുടരുന്നവരാണ് ഞങ്ങൾ. VS ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം അതുപോലെ അതിനേക്കാൾ ശക്തമായി നടപ്പാക്കാൻ കഴിയുന്ന പാർട്ടി നേതൃത്വം കേരളത്തിലുണ്ട്. മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്, മന്ത്രിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയും, സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ആഞ്ഞടിക്കുന്ന ഇതാണ്. പക്ഷെ മന്ത്രി ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചോളം ചില പരാമർശങ്ങളൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് വിവാദങ്ങളായിട്ട് മാറുക. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ആയിട്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുക, മന്ത്രിക്ക് അത് പിന്നെ തിരുത്തി പറയേണ്ടി വരിക, അങ്ങനെ ഒരു ഇടയ്ക്കൊരു പിന്മാറ്റമൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. ഞാൻ വസ്തുതകൾ പറയുന്നതിനെ മനസ്സിലാക്കാതാണ്. അതിപ്പോൾ നമ്മൾ തമ്മിൽ ഈ ചർച്ച ചെയ്യാൻ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് എടുക്കും. ഞാൻ എന്ന് പറയാം. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രശ്നത്തിൽ പറഞ്ഞതെന്താ, വീണ ജോർജ് ഏതെങ്കിലും തരത്തിൽ ആ കെട്ടിടം ഇടിഞ്ഞ് വീണതിനകത്ത് കുറ്റവാളിയാണോ? ഇറ്റ്സ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ആ കെട്ടിടം ഡാമേജിലാണെന്ന് പറയുകയും അവിടെ ആളുകളെ മാറി പേഷ്യൻസ് ഒഴിവാക്കുക. ഈ സംഭവ ദിവസം ഞങ്ങളെല്ലാം കോട്ടയത്തുണ്ട് റിവ്യൂ മീറ്റിംഗ്. പക്ഷേ അത് ഇടിഞ്ഞ് താഴെ നിൽക്കും. ഒരു ഗതികേടെന്ന് പറഞ്ഞാൽ മതി. സമയത്ത് അത് പൊളിച്ചു മാറ്റിയില്ല. അതിന് വീണ ജോർജിന് എന്താ ഉത്തരവാദിത്വം? അത് പൊളിച്ചു മാറ്റിയില്ല. ആ സമയത്ത് ഈ ദാരുണമായി കൊല്ലപ്പെട്ട സഹോദരി ആ സമയത്ത് ടോയ്ലറ്റിൽ പോയി. ചിലപ്പോൾ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ആ സമയത്ത് അവർക്ക് പോകാൻ പറ്റുമ്പോൾ സ്ഥലങ്ങൾ കാണാനായിരിക്കും അവിടെ പോയത്. പക്ഷെ നമ്മുടെ കഷ്ടതയ്ക്ക് ആ സമയത്ത് അപകടത്തിൽപ്പെട്ട് ആ സഹോദരി മരിച്ചു. അതിനെ നമ്മളെങ്ങനെയാണ് കേരളത്തിൽ കൈകാര്യം ചെയ്തത്? അവരെ തടയുന്നു, അവരെ ആക്ഷേപിക്കുന്നു. അവർ തലേദിവസം അവരുടെ മകൻ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്ന് ഉറക്കളത്തിട്ട് കോട്ടയത്ത് വരും. തിരിച്ചു വരുമ്പോൾ അവർക്ക് കൊട്ടാരക്കര വെച്ച് പ്രഷർ കൊടുത്തു അഡ്മിറ്റാക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരെ ആക്രമിക്കാൻ ചെല്ലുന്നു. അതിനെ തടയാൻ ചെന്ന് ധനമന്ത്രിയെ ആക്രമിക്കാൻ ചെല്ലുന്നു. അവരുടെ വീട്ടിലോട്ട് ആവാസത്തരം പറഞ്ഞ് മാർച്ച് നടത്തുന്നു. അതൊരു നല്ല കാര്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വന്നാൽ ആദ്യം ഞാനാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ വഴിയിൽ ഞങ്ങൾ സഞ്ചരിപ്പിക്കാൻ സമ്മതിക്കില്ല. മന്ത്രി എന്നുള്ളതല്ല അത് പറഞ്ഞത്, പാർട്ടി നേതാവ് എന്നുള്ളത്. അത് കഴിഞ്ഞ് പത്തനംതിട്ട ചെന്നപ്പോൾ ഒരു കാര്യമില്ല, ആ ചാനലുകാരൻ തെറ്റായിട്ടാണ് അത് പറഞ്ഞത്. വേറൊരു ചാനലുകാരത് പറഞ്ഞുമില്ല. എന്താ എന്നോട് ചോദിച്ചത്? സ്വകാര്യ ആശുപത്രി. അപ്പോൾ എന്താ അത് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചോണ്ടാണ് ചോദിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സിക്കുന്ന സമയം സ്വകാര്യ ആശുപത്രികൾ ചികിത്സിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു, സ്വകാര്യ ആശുപത്രി ചികിത്സിക്കുന്നത് എന്താ തെറ്റ്? ചോദ്യം ഇതാണ്, ഞാൻ മറുപടി ഇതാണ്. കേട്ടാൽ മതി. എനിക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ ഞാനൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. സത്യമാണ്, അത് ചെറിയൊരു താലൂക്ക് ഹോസ്പിറ്റലാണ്. അവിടെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സംവിധാനമില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ മതി. ഡോക്ടർ കൂടെ വന്നവരോട് പറഞ്ഞു എവിടെയെങ്കിലും ദൂരം കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർ തീരുമാനിച്ചു അമൃത. ഡോക്ടറോട് ചോദിക്കുന്നത് നല്ലതാണ്. എൻ്റെ സുഹൃത്തുക്കളോ വീട്ടുകാരോട് എന്നെ അമൃതയെ കൊണ്ട് അമൃത ചെന്നു, ട്രീറ്റ് ചെയ്തു. ഞാൻ ആരോഗ്യമായി തിരിച്ചു വരെ രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. ഞാൻ അവിടെ കിടന്നാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടത് ആറുന്നതാണ്. ഒരു PHC പോലുള്ള ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റാണോ അമൃത ഹോസ്പിറ്റലിൽ കിട്ടുന്നത്? എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. കാരണം ഞാനല്ലേ മെഡിക്കൽ കോളേജിൽ പോകണം. എന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയില്ല. മെഡിക്കൽ കോളേജ് തുല്യമായൊരു ചികിത്സ എനിക്ക് അമൃത ഹോസ്പിറ്റലിൽ കിട്ടുന്നു. ഞാൻ അതുകൊണ്ട് തിരിച്ചു വന്നു. അത് സ്വകാര്യ ആശുപത്രി എതിർക്കാൻ അല്ല അനുകൂലിക്കാൻ വേണ്ടിയാണ്. സ്വകാര്യ ആശുപത്രിയും സർക്കാർ ആശുപത്രിയും കേരളത്തിൽ ഒരുപോലെ. അപ്പോൾ ആ ടൈറ്റിലൊക്കെ മാറ്റി സജി ചെറിയാൻ സ്വകാര്യ ആശുപത്രികളായി. ഇതറിയാതെ പല ആളുകളും സർക്കാർ ആശുപത്രിയാണ് നല്ലത് എന്ന് പറയാൻ തുടങ്ങി. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞത് സ്വകാര്യ ആശുപത്രി നല്ലതാണ്, സർക്കാർ ആശുപത്രി നല്ലതാണ്. ആർക്ക് ഇവിടെയാണോ പോകാൻ താല്പര്യം അവരോട് പോവാം. സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ എന്നെ പറ്റി വിവാദമായത് എന്താ? ഭരണഘടനയെ പറ്റി. ഈ ഞങ്ങളുടെ നാട്ടിലൊരു നാടൻ ഭാഷയാണ് ഈ കുന്തം കുറിച്ച്. അങ്ങ് ഓണാട്ടുകാരെ വന്ന് ആരോട് ചോദിച്ചു, ചായക്കടയിൽ പോയി ചായ കുടിച്ച് ചോദിക്കണം. അവർ പറയുന്ന അതിൽ 3 പ്രാവശ്യം ഈ കുന്തം കുറച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും സത്യം പറയാം, ഞാൻ ചില യോഗങ്ങളൊക്കെ പ്രസംഗം ഈ കുന്തം കുറച്ചിക്കണം.
ഏത് അപ്പോൾ ചിലർക്ക് ഇത് ചിരിക്കും, മറ്റേത് ഞാൻ പറഞ്ഞെന്ന് പറയും. അത് ഈ പി പ്രസാദ് അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു 4 വർഷം പറയും. ഈ ഓണാട്ടുകാർ ഞങ്ങളുടെ ആ ഒരു ശൈലിയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. വേണമെങ്കിൽ കുന്നോ കുടച്ചക്രമോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു മേമ്പൊടിയൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഏതോ ഒരു വലിയ ഭാഷ വിജ്ഞാനികളെ ആളുകളുടെ മുമ്പിൽ ഒരു കുറ്റകരമായ വാക്ക് ഞാൻ പ്രയോഗിച്ച് വേണമെങ്കിൽ കണ്ടെത്താം, വേണേൽ പറയാം. പക്ഷെ ഇതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്താ? ഞാൻ ഒരാളോട് ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ കുന്നോ കുടച്ചക്രം പോലെയാണ് ഇതിൻ്റെ ഇന്നാണല്ലോ എന്താ വെച്ചാൽ ഇതിന് കിട്ടേണ്ട വില കിട്ടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കിട്ടേണ്ട വില കിട്ടുന്നില്ല. എന്താണ് തെറ്റ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കിട്ടുന്ന വില കിട്ടുന്നുണ്ട്, കിട്ടേണ്ട വില കിട്ടുന്നുണ്ട്. ആ ഭരണഘടനയെ സാക്ഷി നിർത്തിയല്ലേ ഈ രാജ്യത്ത് ജനാധിപത്യ പിന്നെ വിരുദ്ധ പ്രവർത്തനം, മതനിരപേക്ഷതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് വെച്ചാൽ വിലയില്ല എന്ന് പറയുന്നതിൻ്റെ നാടൻ ഭാഷ കുന്തവും കുടച്ചക്രവും. അത് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ ഞാൻ വിമർശിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഭാഗം മാത്രം എടുത്ത് ഭരണഘടന കുന്തവും കുടച്ചക്രമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് വ്യാഖ്യാനിച്ചത്. ഞാൻ ഭരണഘടന കുന്തവും കുടച്ചക്രമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ കേൾക്കണം. എൻ്റെ പ്രസംഗം 1.5 മണിക്കൂറുണ്ട്, മാഡം അത് കേൾക്കണം. ആദ്യ അവസാനം എൻ്റെ പ്രസംഗം കേൾക്കണം. ഒരൊറ്റ ആളിത് പറയത്തില്ല. പിന്നീട് കോൺഗ്രസ്സുകാർ പോലും എതിർത്തില്ല. എന്നോട് പല കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞത് ഒരു തെറ്റുമില്ല, ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തു. ക്രിസ്ത്യൻ വോട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചോരാൻ ഉള്ള ഒരു സാധ്യതയില്ലേ? സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു അത് പറയുന്നത് അവർ എന്താണ് RSS എന്നുള്ളത് അതിനകത്തെ പുതിയ തലമുറയ്ക്ക് മനസ്സിലായിട്ടില്ല. അവർ കൊടുക്കുന്ന ഈ കേക്കിനകത്തോ വീഞ്ഞിനകത്തോ നമ്മൾ മയങ്ങിപ്പോകുന്നു, നമ്മുടെ ആളുകൾ അല്ലെ ക്രിസ്ത്യൻ സ്വഭാവം. കുറച്ച് ആളുകൾ ഞങ്ങൾ ചിന്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ കുറച്ച് വോട്ട് കിട്ടി, കേരളത്തിൽ അവിടെ ഇവിടെ കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് ഞാൻ പറയത്തില്ല. അങ്ങനെ തെറ്റായ നിലയിലേക്ക് നിങ്ങൾ പുരോഹിതന്മാർ നയിക്കരുത്. തലശ്ശേരി ബിഷപ്പിനെ പറ്റി പിന്നെ ഗോവിന്ദൻ മാഷ് പരാമർശം നടത്തിയതിൻ്റെ ഒരു ഭാഗത്താണ്. കാരണം എന്താണോ അവർ ഇന്ത്യയിൽ കാണുന്ന 3 ശത്രുക്കൾ, മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെ പറയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രവാദികളായ സംഘപരിവാറിന് അനുകൂലമായി ഒരു ചിന്താധാര കേരളത്തിലെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിനെ വളർത്തിയെടുക്കാൻ ആരെങ്കിലും പ്രത്യേക താല്പര്യപ്രകാരം ചിന്തിച്ചാൽ അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് പറയുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ ബഹുമാന്യായ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനെങ്കിലും നിങ്ങൾ കഴിയേണ്ടതായിരുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് എൻ്റെ പ്രസ്താവനകളൊക്കെ വരുന്നത്. ഇതിനെയൊക്കെ വിവാദപരമായി ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെന്താ വിവാദമുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വിവാദമായിട്ട് ഞാൻ കാണുന്നുമില്ല. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും 4 പത്രക്കാർ എഴുതിയുകൊണ്ട് ഭയപ്പെടുന്ന പ്രശ്നമില്ല. ഞാൻ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്ന ആളാണ്. എനിക്ക് എൻ്റെ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഗോവിന്ദൻ മാഷിന് വേണ്ടി വാദിച്ചില്ല, ഞാനിതിനെ വാദിച്ചു. ഇപ്പോൾ ഗോവിന്ദൻ മാഷിനെ പറ്റി പറഞ്ഞു. എങ്ങാണ്ട് കിടന്ന ഒരു ഇംഗ്ലണ്ടിൽ എങ്ങാണ്ടുള്ള ഒരു മലയാളി അവൻ വന്നിട്ട് ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിൻ്റെ മകൻ കുഴപ്പക്കാരാണ്, മകൻ പാർട്ടിയുടെ രഹസ്യരേഖ. എന്ത് രഹസ്യം? പാർട്ടിക്ക് പരാതികൾ കൊടുക്കും സ്വാഭാവികമായിട്ട്. ആ ഒരു പരാതി മേളിൽ കിട്ടിയെങ്കിൽ താഴെ അയച്ചു കൊടുക്കുന്നതാണ്. എന്ത് ഈ പരാതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്? ആ പരാതി വായിച്ചു, അതിനകത്ത് വല്ലതും ഉണ്ടോ? വലിയ ഉള്ളടക്കമുണ്ട്. എന്നിട്ട് പറയുകയാണ് കേരളത്തിലെ CPM മൊത്തം ഇവരുടെ വ്യവസായം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് അംബാനിയെപ്പോലൊരു വ്യവസായിയാണ് ഇവരുടെ അത്തപ്പാടി. അങ്ങനെ എടുത്തതിനെ പറ്റി പറഞ്ഞ് CPM 5-6 കോളം പേജ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ ചെലവഴിക്കുകയാണ്, മാധ്യമങ്ങൾ ചെലവഴിക്കുകയാണ്. സൈബർ ഇടത്തിലെ സൈബർ സഖാക്കൾ ഈ വ്യവസായിക്ക് വേണ്ടി നിരന്തരം പോസ്റ്റുകൾ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്നവർ ആരാണെന്ന് ഞങ്ങളുടെ പാർട്ടി എഴുതി കൊടുത്തവന്മാരുമല്ലോ. അപ്പം CPM-ന്റെ പേരിൽ എവിടെയും ഒരു പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും വർത്താനം നടക്കുമ്പോൾ അവൻ സൈബർ സഖാവും. സൈബർ സഖാവൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ആരെങ്കിലും പാർട്ടിക്കെതിരെ പറയുന്നില്ല സൈബർ സഖാക്കളാണ്. ഗോവിന്ദൻ മാഷിൻ്റെ മകനെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറായ സിൻസിയറായ പയ്യൻ. അയാൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കും, എനിക്കറിയാവുന്ന പയ്യൻ. മാത്രമല്ല മാഷിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോകത്താരും ഒരു കുറ്റം പറയുന്നത്. കാരണം അത്ര നല്ല മനുഷ്യനാണ്. അങ്ങനെ ഒരു തെറ്റുകാരനല്ല. അങ്ങേര് ഈ പറയുന്നതൊക്കെയാണ് വെച്ചടിച്ച് പറയുന്നതല്ലാതെ അങ്ങേര് ഒരു നല്ല ശുദ്ധനായ ഒരു മനുഷ്യനാണ്. എനിക്കറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ തെരഞ്ഞെടുപ്പ് 2 മാസം എൻ്റെ മണ്ഡലത്തിൽ വന്നത് ആവശ്യമാണ്. എൻ്റെ ജില്ലയിൽ ഞാൻ ജില്ലാ സെക്രട്ടറി എത്രയോ മാസങ്ങൾ ആലപ്പുഴ വന്ന് ചോദനക്കാരനെ താമസിച്ചാണ്. ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പറ്റി ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഒരാക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ എഴുതുക. അയാളുടെ മകനെ പറ്റി അങ്ങനെ പറ്റി പറയുമ്പോൾ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു. ഗോവിന്ദന്മാരെ പറ്റി അങ്ങനെ പറയുന്നത് നമ്മാടത്തിലത് പറയുന്നത് എന്ത് ഇങ്ങനെയുള്ള ഒരു 100 കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കാണും. ആ പറഞ്ഞതൊക്കെ എൻ്റെ പാർട്ടിക്ക് വേണ്ടി എൻ്റെ നിലപാടുകളുടെ ഭാഗമായിട്ടും പറഞ്ഞു. അതിനെയൊന്നും ഇപ്പം തിരുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഇനിയും സാഹചര്യം വന്നാൽ പറയും. അത് ചിലപ്പോൾ ചിലതൊക്കെ വിവാദമായി പോകും എന്നുള്ളതുകൊണ്ട്
ഞാൻ പറച്ചിലങ്ങ് നിർത്തി. എനിക്കെന്ത് സാധിക്കാതെ ഞാൻ ഈ പറച്ചിൽ നിർത്തിയിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഞാൻ ഈ പറയുന്നതിന് നല്ല സ്പേസ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഞാൻ എവിടെ ചെന്നാലും ഇപ്പം ജനങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സ്പേസിലാണ് ഞാൻ പറയുന്നത്. ശിവൻകുട്ടി സാറിന് ഒരു സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഞങ്ങൾ ആ സ്പേസിൽ വെച്ചാൽ ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും ശക്തം അടിച്ചല്ലോ ഈ MLA പറ്റി. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താ ഭയപ്പെടേണ്ട? അത് പറയേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. അല്ല ഞങ്ങൾക്ക് അയാളോടൊരു വിരോധം കൊണ്ടൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞു. ആ പൊളിറ്റിക്സ് ഞങ്ങൾ ഇനി പറയും. അത് മന്ത്രിസ്ഥാനം ഇരിക്കുന്നതുകൊണ്ട് ആരും മിണ്ടരുത്. ഇനി മുതൽ മന്ത്രിയാണ്. എന്നെ ഒത്തിരി പേര് ഉദ്ദേശിച്ചു, നിങ്ങളൊരു മന്ത്രിയാണ്, വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അപ്പോൾ നമ്മളിനെയും ജീവിതകാലം മരിക്കുന്നവരെ മന്ത്രിയാവുമെന്ന് എഴുതി വെച്ചിട്ടാണ് മന്ത്രിയായത്. വളരെ അപ്രതീക്ഷിതമായി രണ്ടാമതൊരു ഗവൺമെൻറ് വരെ മന്ത്രിയാകും. അതിനേക്കാൾ വലുത പാർട്ടി ഉണ്ടെങ്കിലേ മന്ത്രിസ്ഥാനം ഉള്ളെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. ചോരുണ്ടെങ്കിലേ പണം വരയ്ക്കാൻ പറ്റൂ. പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ നിലപാട് സ്വീകരിക്കുമ്പോൾ ചർച്ചകൾ വരുമ്പോൾ പാർട്ടിക്ക് അനുകൂലമായത് പോസിറ്റീവായിട്ട് വരത്തുള്ളൂ. അല്ല പാർട്ടി വിരുദ്ധമായ ഒന്നും ഞങ്ങളാരും പറയത്തില്ല. തീർച്ചയായിട്ടും മന്ത്രിക്കപ്പുറം ആ ശക്തമായിട്ടുള്ള നിലപാടുകൾ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് സജി ചെറിയാൻ. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ കാലത്തും വളരെയധികം നന്ദി മിനിസ്റ്റർ. താങ്ക് യു മാഡം. താങ്ക് യു.